ചിറ്റൂരിലെ യാത്രാക്ലേശം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ പൊതുസംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ചിറ്റൂരിലെ യാത്രാക്ലേശം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ സ്വകാര്യ സ്റ്റേജ് കാരേജ് സർവീസ് ആരംഭിക്കുന്നതിന് റൂട്ട് പ്രപ്പോസൽ സംബന്ധിച്ച ആലോചനാ യോഗമാണ് നടന്നത്. സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായാണ് റൂട്ട് പ്രപ്പോസൽ സ്വീകരിക്കുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചിറ്റൂർ മിനി സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ജനകീയ സദസ്സ് നടത്തിയത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയും അതോടൊപ്പം തന്നെ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും ഇവിടെ ഇന്ന് ആദ്യമായി പാലക്കാട് ജില്ലയിൽ ഒരു റൂട്ട് ഫോർമുലേഷന്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അതിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ വിജയമോഡൽ ഗവൺമെന്റ്, അത് കഴിഞ്ഞ് ബോയ്സ് സ്കൂള്, ഗേൾസ് സ്കൂള്, ഇത്രയും സ്ഥാപനങ്ങളിലേക്കുള്ള കുട്ടികൾ വരുന്നതുകൊണ്ട് അവർ 9:45-10 മണിയാകുമ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും 1.5 പീരീഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് അത് പറഞ്ഞാൽ ഭൂമി പിടിച്ച വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കുട്ടികൾ വരുന്നത്. പുതുനഗരം മുതൽ ഇങ്ങോട്ടേക്ക് ഭയങ്കര പ്രശ്നമാണ്. രാവിലെ 9 മണി മുതൽ 10 മണിന്റെ ഉള്ളിൽ വരെയുള്ള സമയത്ത് ഇവിടുന്ന് പ്രശ്നമാണ്. അതുപോലെ തിരിച്ച് അങ്ങോട്ടേക്ക് ഇവിടുന്ന് അൺകോട് മുതൽ തുടങ്ങിയാൽ ഗേൾസ് സ്കൂളിൽ തുടങ്ങി ബോയ്സ് സ്കൂള്, വിദ്യാമാത കോളേജ്, പിന്നെ 19 സ്കൂളിലായിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് പ്രശ്നം. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു സർവീസ് അറേഞ്ച് ചെയ്ത് കിട്ടുവാണെങ്കിൽ കുട്ടികളുടെ യാത്രാ പ്രശ്നം വളരെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ ജനകീയ സദസ്സിൽ പങ്കെടുത്തു. പൊതുസംവിധാനം കാര്യക്ഷമമാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള റൂട്ട് നിർദ്ദേശങ്ങൾ യോഗത്തിൽ സമർപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.